ആരോടോ ഇവള്? ഇതൊരു പെണ്ണാണോ? ഇതൊരു പെണ്ണാണോ? ദേവതമാരാരെങ്കിലും ഭൂമിയിൽ സഞ്ചരിക്കുമോടോ? ഇനിയിപ്പോ ദേവതയാണെങ്കിൽ നീ വെറുതെ വിടില്ലല്ലോ. ആരാടി നീ? നീ എവിടുത്തെ കാര്യാ? വേഗം പറയടി, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നടി. നിനക്ക് ആരുമില്ലെങ്കിൽ പറഞ്ഞോ, എന്റെ രാജ്യം തന്നെ നിനക്ക് സ്വന്തം. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഭരിക്കാവടി. ഞാൻ നിന്നെ സന്തോഷത്തോടെ നോക്കിക്കോളാം. എന്റെ കൂടെ പോര്, വാ, എന്റെ കൂടെ വാ. ഞാൻ നിന്നെ റാണിയാക്കാം, എന്റെ റാണിയാക്കാം നിന്നെ. വാ വാ, ഇരിക്ക്. ഇതാടോ സൗന്ദര്യം. രാമായണവും മഹാഭാരതവും പലവട്ടം വായിച്ചിട്ടുണ്ട്. അതിൽ രണ്ടിലും ഒരു പെണ്ണിന് വേണ്ടി മാത്രമാണ് യുദ്ധം നടന്നിട്ടുള്ളത്. ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട് അവരെന്തുകൊണ്ട് ഭ്രാന്തന്മാരെ പോലെ വഴക്കുണ്ടാക്കണമെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു പെണ്ണിന് വേണ്ടി എത്ര യുദ്ധം വേണേലും പയറ്റാടോ. അഭിപ്രായം എന്താ തന്റെ? ഇതിനിടയ്ക്ക് ഞാൻ എന്ത് പറയാനാ? ഞാനൊന്നും പറയണ്ട. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് ഇതുപോലെ ഒരു സ്വർണ്ണ ശില്പത്തെ അനുഭവിക്കാനാണോ? യജമാനേ, അങ്ങക്ക് പുടവ ഭയങ്കര ഇഷ്ടമല്ലേ? ഈ പുടവ എവിടെ വാങ്ങിച്ചെന്നറിയാമോ? ഭ്രാന്തിയെ കൊന്ന ഭ്രാന്തൻ എന്നേ പറയൂ. യജമാനെ നോക്കിയേ, നിങ്ങളെ പോലെ ഞാൻ കോൺവെന്റിലൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ലീവ് ഇറ്റ്, എൻജോയ് ഇറ്റ്. വാ, നമുക്ക് കല്യാണം കഴിക്കാം. മര്യാദയ്ക്ക് ഇവിടുന്ന് പോക്കണം. അവളെവിടെ പോയി? എങ്ങോട്ടാ പോയേ? അറിയില്ലല്ലോ. എടോ, ഒന്ന് പോയി നോക്കണോ? ഇപ്പൊ നോക്കേ യജമാനെ. നീ എങ്ങോട്ടാടി പോയേ? നിന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും, റാണിയാക്കാം. എങ്ങോട്ടാ പോയേ നീ? എവിടെയാ പോയേ നീ? പെട്ടെന്ന് വാ. അവളെ കിട്ടിയില്ല തന്നെ ഞാൻ കൊല്ലും. ഞാൻ ചത്താലും അവളെ വിടില്ല. യജമാനെ, നമ്മുടെ കോട്ട എത്തി. യജമാനെ, കോട്ട എത്തിന്ന്. അല്ല യജമാനെ, കോട്ട എത്തി. അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായടോ. ചിലർക്ക് മണ്ണിനോടാണ് ഭ്രാന്ത്, ചിലർക്ക് പെണ്ണിനോട്. അങ്ങനെ ഭ്രാന്തിൽ പല വിധമുണ്ട്. അതിൽ ഇത് രണ്ടാമത് പറഞ്ഞതാ. ഭ്രാന്തിന് പ്രണാമം.
കഴിക്കൂ. നിനക്ക് ആഗ്രഹം തീരത്തില്ലല്ലോ. വളരെ നന്നായിരിക്കുന്നു, നല്ല രുചിയുമുണ്ട്. രാജാവിന് എന്ത് പറ്റിയതാ? പെരുമാറ്റത്തിനൊക്കെ ഒരു മാറ്റം പോലെ. നിങ്ങളോട് ഒരു കാര്യം പറയണേ യജമാനി അമ്മേ. എന്തു പറ്റി? എന്താണെന്നോ, 2 എണ്ണം പോരാഞ്ഞിട്ട് 3-മതൊന്നിനെ കൊണ്ടുവരാൻ പോവാ. മല്ലേഷ്, യജമാനെ, വന്ന് എനിക്കൊന്ന് കാല് തിരുമ്മി നീ തന്നെ. തിരുമ്മി കൊടുക്കേണ്ടത് നിന്റെ യജമാനന്റെ കാലല്ല, എന്റെ കാലാടാ. ഏയ്, നമസ്കാരം മഹാറാണി. ഈ ജ്വാലാബായി വിളിക്കണമെന്ന് പറഞ്ഞ് എന്റെ മല്ലേഷിനെ ഇങ്ങോട്ട് വരാൻ പറ. മഹാറാണി പറഞ്ഞത് കേട്ടില്ലേ? പോ. മല്ലേഷേട്ടാ, ചെറിയ മഹാറാണി വിളിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറയും. അങ്ങനെയല്ലേട്ടാ, അവര് വല്ലാതെ ദേഷ്യപ്പെടും. ഓ, നമസ്കാരം മഹാറാണി. എന്റെ മല്ലേഷയുടെ മഹാറാണി, മല്ലേഷേട്ടൻ വരില്ലാന്ന് പറഞ്ഞു. യജമാനി ഞാൻ വിളിച്ചിട്ടും വരില്ലെന്നോ? യജമാനി വിളിച്ചാൽ അവൻ മാത്രമല്ല, അവന്റെ മുത്തശ്ശന്മാരും വരണം. കാണിച്ചു തരാം. താഴെ ഇറങ്ങ. യജമാനത്തി, യജമാനി ഞാൻ വിളിച്ചപ്പോ നീ വരില്ലെന്ന് പറഞ്ഞോ? ഇനിയിപ്പൊ നീ എന്ത് ചെയ്യും നോക്കാം. നടക്ക്. വോ, നടക്കാൻ. യജമാനത്തി, നടക്ക്. ഇതൊന്നും ശരിയല്ല. എന്താ ഈ ചെയ്യുന്നത്? ഇവിടെ ആര് ഒച്ച വെച്ചാലും ചത്താലും ശരി, നിങ്ങൾ ആരും അങ്ങോട്ട് വരാൻ പാടില്ല. കാണാതിരിക്കാൻ പറ്റില്ലെങ്കിൽ കണ്ണിൽ മണ്ണല്ലി ഇട്ടോ. കേക്കാൻ വയ്യെങ്കിൽ കാതിൽ എന്തെങ്കിലും ഇട്ട് അടച്ചു വെച്ചോ. മനസ്സിലായോ? പോയി പോയി എല്ലാം നശിച്ചു. നിങ്ങൾ നാട് ഇറങ്ങി നടന്നു. അവിടെ നിങ്ങളുടെ പുതിയ ഭാര്യ മലേഷ്യമായി. യജമാനെ എന്തു പറ്റി? എന്താടാ നോക്കി നിൽക്കുന്ന? അത് ഊരി മാറ്റ. എന്നെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി ഒരു ജീവനുണ്ട് യജമാനത്തി. അവൾക്ക് ഞാൻ ഈ ദ്രോഹം ചെയ്യാൻ പറ്റില്ല. ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാടാ. ഇത് വലിയ അന്യായമാണ് യജമാനത്തി. അന്യായാണടാ ഇപ്പൊ ഇവിടെ ശരി. തെറ്റ് നടക്കണം. ചെയ്. ഈ കാര്യം ആരെങ്കിലും യജമാനോട് പറഞ്ഞ യജമാൻ എന്നെയും നിങ്ങളെയും കൊന്നു കളയും. അതിനു മുമ്പ് ഞാൻ ആ യജമാനെ കൊന്ന് നിന്നെ ഈ കൊട്ടാരത്തിന്റെ യജമാനനാക്കാം.